ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ ഹോം മത്സരം രാത്രി 7:30 കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയാണ് എതിരാളികൾ. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അനിൽ വാസുദേവ് കൂടി ചേരുന്നുണ്ട്. അനിൽ, വലിയ ആവേശത്തിലാണ് കായിക പ്രേമികളൊക്കെ. ആദ്യ ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മിന്നും നേട്ടം തന്നെ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന ആഗ്രഹത്തിലായിരിക്കാം എല്ലാ കായിക പ്രേമികളും കലൂരിലെത്തുന്നത്. ശ്രീനിധി, അത് തന്നെയാണ്. ആദ്യ ജയം, ഹോം ഗ്രൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ആദ്യ ജയം നേടി തുടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാനോട് സീസൺ ഓപ്പണറിൽ തോറ്റായിരുന്നു തുടക്കം. പക്ഷേ ആ നിരാശയൊക്കെ തന്നെ മറികടന്ന് ഇത്തവണ ഹോം ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഒരു വലിയ വിജയം അത് മുംബൈ സിറ്റിക്കെതിരെ നേടി അങ്ങനെ ആദ്യ പോയിന്റ് നേടാമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ആരാധകരൊക്കെ തന്നെ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് മഞ്ഞപ്പട ഒഫീഷ്യൽ ഫാൻ ഗ്രൂപ്പ് അവരൊക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ടീമിൽ പുതിയ താരങ്ങളുണ്ട്. നോഹയും ലൂണയും ഒക്കെ പോയെങ്കിൽ പോലും പുത്തൻ താരങ്ങളൊക്കെ തന്നെ ഇത്തവണ മികവിലേക്ക് ഉയരുമെന്നും വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മഞ്ഞപ്പട വലിയൊരു ക്യാമ്പയിനുമായി കൂടിയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഇന്ത്യൻ ഫുട്ബോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത്തവണത്തെ സീസൺ വളരെ വൈകിയാണ് തുടങ്ങിയത്. പകുതി മത്സരങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കൂ, സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്നൊക്കെ ബാനർ ഉയർത്തിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇന്നലെ GCDയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചില നടപടികൾക്കെതിരെയും അവരുടെ പ്രതിഷേധമുണ്ട്. അത്തരം കാര്യങ്ങളും, അതായത് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന വാക്യങ്ങളൊക്കെ ഉയർത്തിയാണ് എത്തിയിരിക്കുന്നത്. കിരൺ, വൈകി തുടങ്ങിയ ഒരു സീസണാണ്. പക്ഷേ എന്നിരുന്നാലും ആവേശത്തിനൊട്ടും കുറവില്ല. തീർച്ചയായിട്ടും വൈകി തുടങ്ങിയതാണെങ്കിൽ നല്ല ആവേശത്തിൽ തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കളി ഇവിടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ ആവേശം എല്ലാവർക്കും ഉണ്ട്. എന്നിരുന്നാൽ പോലും വളരെ സങ്കടത്തിലുമാണ്. കാരണം ഒക്ടോബറിൽ തുടങ്ങുന്ന ഒരു സീസൺ ഫെബ്രുവരിയിൽ തുടങ്ങുന്നു. 27-28 മാച്ചസ് നടക്കേണ്ട ഒരു സീസണിൽ 13 മാച്ചസ് ആകെ നടക്കുന്നുള്ളൂ. അത് നമ്മുടെ ഫുട്ബോളിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുള്ള ഒരു സങ്കടകരമായ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും. പ്രത്യേകിച്ച് പക്ഷേ കഴിഞ്ഞ ദിവസം കുറച്ച് കയോസ്, അതായത് GCDയുടെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങൾ, മത്സരം നടക്കുമോ എന്ന് പോലും വലിയ ആശങ്കയായിരുന്നു ഇന്നലെ രാത്രി വരെ. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ അതിലെല്ലാം സങ്കടകരമാണ്. കാരണം ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. നോർമലി ഞങ്ങൾക്കൊരു സീസൺ എന്ന് പറയുമ്പോൾ മാച്ച് ടൈം -1 എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പട ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവർത്തികൾ ചെയ്യേണ്ട ഒരു ദിവസമാണ്. ഞങ്ങളുടെ ബാനേഴ്സ്, ടിഫോസ് എല്ലാം കയറ്റേണ്ട ഒരു ദിവസമാണ്. അതിനായിട്ട് ഇന്നലെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ എല്ലാം ഒരിത് കാണുന്നത്. തികച്ചും ദൗർഭാഗ്യകരമെന്ന് പറയാനുള്ളൂ. ഇത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഓൾറെഡി ഫുട്ബോൾ ഇത്രയും ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ പല സംസ്ഥാനങ്ങളിലും അവരുടെ ഗവൺമെൻറ് ആണെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ട്, സ്റ്റേഡിയം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിലേക്ക് വരുമ്പോൾ തികച്ചും മനസ്സ് മടുപ്പിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ തികച്ചും ഇതാണ്, ദൗർഭാഗ്യകരമാണ്. നമുക്ക് അതാണ് പറയാനുള്ളത്. നമുക്ക് എന്നാൽ ഇന്നത്തെ മത്സരം എന്താണ് പ്രതീക്ഷകൾ? ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് പ്രതീക്ഷകളില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് നാളത്തെ ശേഷമാണ് നമ്മൾ വരുന്നത്. കാരണം ഇവിടുത്തെ കൊച്ചിയിൽ നിങ്ങൾക്ക് അറിയാം, മെസ്സി എന്നുള്ള പ്രശ്നം, പിന്നെ മറ്റേ GCDയുടെ പ്രശ്നം, അങ്ങനെ മൊത്തത്തിൽ നമ്മളെല്ലാവരും ആ ഒരു ഇന്നലെ മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു ഇന്നലെ മഴ പെയ്യുന്ന കണ്ടപ്പോൾ കുറച്ച് ചോർച്ചയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെസ്സിക്കുള്ള സവറ എന്ന് പറഞ്ഞ ഓരോ ആളുകൾ പറഞ്ഞു തുടങ്ങി. എന്നാലും നമ്മൾ ഹാപ്പിയാണ്. കാരണം പുതിയ കുറേ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൂണയുടെയും പിന്നെ നോഹയുടെയും ഒരു അഭാവമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ ഇത്രയും ആരാധകർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ, കേരള ഫുട്ബോളിലേക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും മത്സരത്തിൽ നല്ല ഗോളുകൾ വന്നാൽ അതൊക്കെ തന്നെ മറക്കാമെന്ന പ്രതീക്ഷയിലാണ് മഞ്ഞപ്പടയുള്ളത്. പതിവ് പോലെ ടീമിനായി ആർത്തു വിളിക്കാൻ അവരെന്തായാലും ഉണ്ടാവും. കൊച്ചിയിൽ നിന്ന് ശ്രീനിധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.